ജിഹാദിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മെത്രാന്മാരും അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുന്നത് വായിക്കുമ്പോൾ ഞാൻ ചിരിക്കും. അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ മന്ത്രം ചെയ്താൽ കൂടോത്രം ചെയ്താണ് കുഴിമന്തിക്കകത്ത് അതുകൊണ്ട് ഇട്ടതാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ആ കുഴിമന്തിയൊന്നുമല്ല, ഈ പ്രേമമെന്ന് പറയുന്ന ഒരു വിഷ. ഹല്ലേലൂയ, പ്രേമമാണ്. ആ പ്രേമം എങ്ങനെ ഉണ്ടായി? വീട്ടിൽ പ്രേമം കിട്ടിയില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമെന്നാ. അതെ, നമ്മുടെ നാട്ടിലാണ് ഈ വാക്കിന് തന്നെ രണ്ടർത്ഥം. നമുക്ക് ദ്വയർത്ഥമില്ലാത്ത ഒന്നുമില്ലല്ലോ. വാ എന്ന് പറഞ്ഞാൽ പോന്ന, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രേമമെന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഹിന്ദി ഉള്ള വടക്കേ ഇന്ത്യയിൽ ചെന്ന് പ്രേമം എന്ന് പറഞ്ഞാൽ സ്നേഹമെന്നാണ്. ഹല്ലേലൂയ. ഹിന്ദി ഭാഷ അറിയാവുന്നവർക്കറിയാം, പ്രേം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഹല്ലേലൂയ, അത് പരിശുദ്ധമായ സ്നേഹമാണ്. കേരളക്കാർക്ക് നഷ്ടപ്പെട്ടു, അത് പൊതിഞ്ഞു മൂടി. അതെ, സ്നേഹിച്ചാൽ ഉടനെ പ്രേമോനെ പറയും. ഒരാണ് പെണ്ണോട് മിണ്ടിയ ഉടനെ പ്രേമോ. ഹല്ലേലൂയ. കാരണം ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം കുടുംബത്തിൽ ഇല്ലാതെ വരുമ്പം കുട്ടികൾ പോകും. അവർ സ്നേഹം കണ്ടെത്തുന്ന ഒരു മുസ്ലിമിലായിരിക്കും, പുകവലിക്കാത്ത കള്ളുകുടിക്കാത്ത മുസ്ലിം. അവൻ കെട്ടാമെന്നങ്ങ് വിചാരിക്കും, ഒന്നിച്ചും. പിന്നെയുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല, അത് കഴിഞ്ഞുള്ളത്. പ്രിയമുള്ളവർ, ഇതൊക്കെ ചിന്തിക്കാതെ നമ്മുടെ ചെറുപ്പക്കാരെടുത്തിയാടുന്നതിന് കാര്യമെന്ത്? ആ പരിശുദ്ധമായ സ്നേഹം അപ്പയിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടുന്നില്ല. ഒരു പക്ഷേ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ട് ആ കുടുംബം ഇരിപ്പുണ്ടായിരിക്കും. അവർ പോയോ എന്ന് എനിക്കരുത്. 3 മക്കളുമായിട്ട് അത് പിടിച്ചുകൊണ്ട് വന്ന ആ മക്കളെ 2 പേര് മുസ്ലിങ്ങളുമായിട്ട് പ്രേമിച്ചിരിക്കുന്നു, മറ്റേ ആളൊരു ഹിന്ദുവിനെ. വേദനയോടുകൂടി മഞ്ഞാക്കലച്ചൻ്റെ അടുക്ക വന്നാൽ എന്തെങ്കിലും രക്ഷയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മഞ്ഞാക്കലച്ചൻ്റെ അടുക്ക വന്നാൽ രക്ഷയുണ്ടോ? കർത്താവിന് മാത്രമേ രക്ഷ കൊടുക്കാൻ പറ്റൂ. എൻ്റെ അച്ഛാ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറയും പോകും താഴേക്ക്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ആദ്യം ഈശോ പിന്നെ അച്ഛൻ. ഹല്ലേലൂയ. അത് ഈശോയിലേക്ക് പോകൂ. അതെ, പറഞ്ഞു വന്നപ്പോൾ ആ തള്ള അമ്മ കരഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ അച്ഛൻ പറഞ്ഞ എത്രയോ വാസ്തവം. ഇയാൾ ഇത്രയായിട്ടും കുടി നിർത്തിയിട്ടില്ല. അമ്മേൻ, ഇയാൾ എന്ന് പറഞ്ഞാൽ ഭർത്താവാ, പ്രിയതമൻ, ഇതുവരെ കുടി നിർത്തിയിട്ടില്ല. അച്ഛാ വീട്ടിൽ വന്നാൽ എനിക്കിട്ട് ചിത്തറിയും ചീത്തയും. അത് കണ്ടോണ്ടായി 3 മക്കളും ഈ ഭീകര ചുറ്റുപാടിൽ വളർന്നു വന്നത്. ചെറുപ്പമായിരുന്നപ്പം അപ്പനും അമ്മയും പറഞ്ഞെല്ലാം അനുസരിക്കും, പള്ളിയിൽ പോകും. ഇപ്പം അതെല്ലാം വിട്ടു, അതെല്ലാം പോയി. കാരണം സ്നേഹം അറ്റുപോയ കുടുംബം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ എടോ, ഇത്രയായിട്ടെങ്കിലും തന്നെ മുതുകൂടി നിർത്തിക്കൂടെ? ആൾ എൻ്റെ മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി. ഇവിടെ ഇരിപ്പുണ്ടോ പോയോന്ന് ഒരു പക്ഷെ പോയി കാണും എന്നോട് പണങ്ങി. ഹല്ലേലൂയ. പ്രിയമുള്ള, ഇവിടെയാണ് യേശുവിനെ കണ്ടുമുട്ടി നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരായി ജീവിക്കാത്തിടത്തോളം കാലം നമുക്കറിയാം നമ്മൾ ഒന്നിനൊന്നിന് അന്യം നിന്ന് പോവുകയാണ്, അല്ലേ? ഹല്ലേലൂയ. അതെ, വിദേശത്തൊക്കെ പോയ പല മലയാളികളെയും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ധ്യാനമൊന്നും അവർക്ക് ഞാൻ കൊടുക്കാറില്ലെങ്കിലും. എൻ്റെ അച്ഛൻ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടില്ല, വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് പോരുന്നെന്ന് പലരും പറഞ്ഞു. വീട്ടിൽ അതെ അസ്വസ്ഥത, പണമുണ്ട്, കാശുണ്ട്, മാർഗങ്ങളുണ്ട്, എന്തായാലും വീട്ടിൽ ഒരു സ്നേഹം. എന്നാൽ വിദേശത്ത് ജർമ്മനിയിലോ അയർലൻഡിലോ ഗൾഫിലോ പോയി ഒരു സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. പ്രിയരെ, മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഈ സമാധാനവുമായിട്ടാണ് ഈശോ വന്നത്. ഒരു പൂക്കട്ട ഉണ്ടാക്കി ആ പൂവിനകത്ത് 4 മെഴുകുതിരിയൊക്കെ വെക്കുന്നത്. അത് യൂറോപ്പിലുള്ള ഒരു പരിപാടിയാണ്. ആ ജർമ്മനി തുടങ്ങിയതാണ്, ഇപ്പം എല്ലായിടത്തുമായി. അതായത് എന്നിട്ട് ഓരോ ഞായറാഴ്ചയും ഓരോ തിരി ഊതിക്കെടുത്തും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ 4 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം പ്രതീക്ഷ. അതായത് എൻ്റെ കർത്താവ് വരും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതം മാറ്റിമറിക്കും, എനിക്ക് ആഗ്രഹം എല്ലാം സാധിച്ചു തരും എന്ന പ്രതീക്ഷയാണ്. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹവും പരസ്നേഹവും. എല്ലാവരോടും ക്ഷമിച്ച് രമ്യപ്പെടുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു മെഴുകുതിരിയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് സമാധാനത്തിൻ്റെ പീസ്. സമാധാനം അനുരഞ്ജനപ്പെടുത്തുമ്പോൾ ആ സമാധാനം ഉണ്ടാകുന്നത്. ഇവിടെ ഇരിക്കുന്നു, കുടുംബത്തിൽ അനുരഞ്ജനമില്ല, തിരുസഭയെ പോലും ഇല്ല, അവിടെ അടിപൊളിയല്ല ഇപ്പോഴും കുർബാന ചൊല്ലി. അതെ, ഒന്ന് ആലോചിക്കണം. ഇവിടെ ക്രിസ്മസ് കേരളക്കാർ ഇന്ന് ഈ കൊല്ലം ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് ഞാൻ പറയും. ഈ കൊല്ലം ക്രിസ്മസ് കേരളത്തിൽ ആഘോഷിക്കാൻ കേരളീയർക്ക് അർഹതയില്ല. പച്ചയ്ക്കാൻ പറയാണ്. ഈശോയുടെ കുരിശ്, യേശുവിൻ്റെ ശരീരം വെച്ചുകൊണ്ട് വില പറഞ്ഞ് വഴക്കുണ്ടാക്കി പരസ്പരം ഭിന്നിക്കുന്ന ഇവിടെ ഈ പുൽക്കൂട്ടിനകത്ത് മണ്ണാങ്കട്ട വെച്ചൊരു ഉണ്ണീശോയെ വെച്ചാൽ ഇവിടെ ക്രിസ്മസ് ആകുമോ മക്കളെ? ഇല്ല. ഹല്ലേലൂയ. അവിടെ കേരളത്തിൽ ഈ കൊല്ലം ക്രിസ്മസ് ഉണ്ടാകാൻ പാടില്ല. അതെ, ഇനി ഞാൻ പറയുന്ന വ്യക്തികളാണ് നിങ്ങളോട്, എൻ്റെ മക്കളോടാണ്. മക്കളെ, നിങ്ങൾക്കൊരു ക്രിസ്മസ് ഉണ്ടാകണം. ആ നടക്കുന്നതൊക്കെ അങ്ങ് വിട്ടുകൾ, അതൊക്കെ മരത്തിൻ്റെ അടിപിടിയാണ്. അതും ഈ തിരുസഭയിലെ അല്ല. തിരുസഭയ്ക്ക് അടിവെക്കാൻ പറ്റില്ല. തിരുസഭ കർത്താവിൻ്റെ
ശരീരം. ആ ശരീരത്തോട് ചേർന്നിരിക്കൂ എൻ്റെ മക്കളെ, ഈ എന്നെ കേൾക്കുന്ന, എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ ആകാശം, അത് ഈ ആഘോഷം എന്താണ്? ഈ ഹൃദയത്തിൽ കിട്ടുന്ന ആ പ്രതീക്ഷയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ നിരാശയില്ല, വിചാരമില്ല. തുടർന്ന് അനുരഞ്ജനം, സ്നേഹം, അവസാനത്തേത് സന്തോഷം. ഹല്ലേലൂയ. അതെ, അതാണല്ലോ മാലാഖമാർ പാടി പറഞ്ഞത് ആട്ടിടയന്മാരോട്, ലോകത്തിന് മുഴുവനുമായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്ക 2:10. ഹല്ലേലൂയ. ലോകത്തിൽ നഷ്ടപ്പെട്ട പൊയ്പോയ ഒന്നായിരുന്നു സന്തോഷം. അത് വീണ്ടും നൽകാൻ ഇതാ വരികയാണ് കർത്താവ്. അതാണ് ആഗമന കാലം. അപ്പോൾ സന്തോഷിക്കേണ്ട ഒരവസരം. ഈ സന്തോഷം ഇല്ലാത്ത എന്തുകൊണ്ട്? ഉപവസിക്കുന്ന എന്തുകൊണ്ട്? ഞാൻ ഉപവാസത്തിനെതിരാണ് പറയുന്നത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും മഞ്ഞാക്കളത്തിന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഉപവാസം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നോയമ്പ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ കണ്ട് കുറേ ഉപവസിച്ച് അല്ലെങ്കിൽ മുഖം വീർപ്പിച്ചിങ്ങനെ ഇരുന്നിട്ട് നോയമ്പാന്ന് പറഞ്ഞാൽ ആ നോയമ്പ് കാലം അതെ കർത്താവിൻ്റെ കാലമല്ല, അതല്ല. അതെ, മണവാളന ഈശോ എനിക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ അനുദപിച്ചുകൊണ്ട് കണ്ണീരോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ നല്ല കുമ്പസാരം. മാത്രമല്ല, എൻ്റെ ഭാര്യയോ ഭർത്താവുമായിട്ട് പിണങ്ങിയിരിക്കുന്നെങ്കിൽ, ഇന്നും രണ്ടുപേരുടെ, ഞാൻ ഇന്ന് ഒത്തിരി പേരെ കണ്ടു, 2 ഭാര്യ ഭർത്താക്കന്മാരുടേത് മക്കൾ എന്നോട് പറഞ്ഞത്, അവരുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്, അച്ചാച്ചനും അമ്മച്ചിയും 2 മുറിയിലാണ് താമസിക്കുന്നത് അച്ഛാ, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ മേലാത്തത്, പഠിക്കുമെന്നും പറഞ്ഞ് കിടന്ന് ബഹളമാണ്. അതിനെന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഡിവൈൻ പോർട്ടെ കൊണ്ടുപോയി, ഡൊമിനിക് ചർച്ചിനൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. മച്ചിപ്പശുവിനെ മാറ്റിക്കെട്ടിയ പെറുകയിലാ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. അതെ, ഞാൻ പറയാൻ കാരണം, നിങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധം സ്നേഹമാകാതെ, അപ്പോഴും അമ്മോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ബെഡിൽ കിടക്കാതെ. അപ്പോൾ ഒരു അച്ഛനാണോ ഇത് പറഞ്ഞത് ബെഡിൽ കിടക്കുന്നതിനെ പറ്റിയെന്ന്? ഹല്ലേലൂയ. അപ്പോൾ പിന്നെ അച്ഛൻ തലയിൽ നിന്ന് കൈവച്ച് ശിശു പ്രാർത്ഥിച്ചു വിടണം. ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല ഞാൻ ഇന്ന് യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ശക്തമായ വചനം, ഇരുതലേ മൂർച്ചയുള്ള വചനം പറയുന്നു. മാനസാന്തരങ്ങളാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒരു പലരും ധ്യാനം ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാത്തതിൻ്റെ കാര്യം. ഇവിടെ കൊടുത്തൊരു വിശേഷവുമില്ല. പറഞ്ഞേച്ചു, മഞ്ഞാക്കച്ചിൻ്റെ പ്രസംഗം ഭയങ്കരമായിരുന്നു, എല്ലാവരും വെച്ചിൻ്റെ അതിലും ഭയങ്കരം, കാഴ്ചൻ്റെ കേൾക്കേണ്ട പ്രസംഗം. ഇത് പറഞ്ഞങ്ങ് പോകുന്നല്ലാതെ ആർക്കും യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടുമുട്ടൽ ഇല്ല. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ധ്യാനത്തിൽ 5000-6000 ജർമ്മൻകാരായിരിക്കാം, അല്ലെങ്കിൽ സ്പെയിനിൽ ആയിരിക്കാം, ക്രൊയേഷ്യക്കാരായിരിക്കാം വരുന്നു. ആ ധ്യാനത്തിൽ ഒരു 50-60 വിവാഹിതർ വിവാഹമോചനം പ്രാപിച്ചവരായിരിക്കാം. എന്തിനു വരുന്നു? എങ്ങനെയോ കേട്ടു, തലവേദന പോയിക്കും, നടുവിനുവേദന പോയിക്കും, ആരോ പറഞ്ഞ്. മാത്രമല്ല, അത് അച്ഛൻ്റെ ധ്യാനം നല്ലതാണ്, നല്ല വചനം പറയും, അവിടെയൊക്കെ വചനം പറയുന്നവരാരുമില്ല, എന്തോ കേട്ടു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ധ്യാനത്തിലും 30-40, അതായത് കോടതിയിൽ വിവാഹമോചനം നേടിയ ദമ്പതികൾ മാനസാന്തരപ്പെട്ട് പരസ്പരം ക്ഷമ ചോദിച്ച് രഞ്ജിക്കപ്പെട്ട് കോടതിയിൽ ചെന്ന് അവരുടെ വിവാഹമോചനം അസാധുവാക്കുന്നു. ഹല്ലേലൂയ. കയ്യടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു.